വിപ്ലവത്തിന്റെ തുടക്കത്തിൽ കാസ്ട്രോ കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനൊന്നും ആയിരുന്നില്ല. മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധനായ ഒരു ദേശസ്നേഹിയായിരുന്നു ഫിദൽ കാസ്ട്രോ. 1953 മൊൺകാഡ പട്ടാള ബാരക്ക് ആക്രമിക്കുമ്പോഴും 1959 ബാത്തിസ്ത എന്ന അമേരിക്കൻ ഏജന്റായ ഏകാധിപതിയെ പുറത്താക്കി ഭരണം പിടിച്ചെടുക്കുമ്പോഴും അവർ നടത്തിയത് ജനകീയമായ ഒരു സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു. രണ്ട് തരത്തിലുള്ള ദേശസ്നേഹമുണ്ട് എന്ന് സാധാരണ ചരിത്രം പറയാറുണ്ട്. ഒന്ന്, ഇന്ത്യയിലുള്ളതൊക്കെ പോലെ നാട്ടുമുതലാളിമാരുടെ ലാഭം മാത്രം സംരക്ഷിക്കുന്ന മുതലാളിത്ത ദേശീയത, ബൂർഷ്വാസീസ് നാഷണലിസം. ഇതിനെ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങൾ എല്ലാ കാലത്തും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തത്, വിദേശ മുതലാളിമാരുടെയും സാമ്രാജ്യത്വത്തിൻ്റെയും കൊള്ളയടികളെ കടപുഴക്കി എറിയുന്ന യഥാർത്ഥ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയത, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് നാഷണലിസം. ക്യൂബ ഉയർത്തിപ്പിടിച്ചത് ഈ രണ്ടാമത്തെ വഴിയായിരുന്നു. അമേരിക്കക്ക് ഇത്തരം സാമ്രാജ്യത്വ വിരുദ്ധരായ ദേശസ്നേഹികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുപോലെ പേടിയായിരുന്നു. ഈജിപ്തിലെ നാസറിനെയും ഗഡിമലയിലെ അർബൻസിനെയും എല്ലാം തകർക്കാൻ അമേരിക്ക നോക്കിയത് അവർ വിദേശ കമ്പനികളുടെ സ്വത്ത് കണ്ടുകെട്ടി പാവങ്ങൾക്ക് നൽകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ്. സ്വന്തം നാടിൻ്റെ സമ്പത്ത് വൻകിട വിദേശ കമ്പനികൾക്ക് കൊടുക്കാതെ ജനങ്ങൾക്ക് നൽകാൻ ശ്രമിച്ച ഏതൊരു ദേശസ്നേഹിയെയും അമേരിക്ക അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു മുദ്രകുത്തിയിരുന്നത്. അങ്ങനെയുള്ള അമേരിക്കൻ അടിച്ചമർത്തലുകൾ തന്നെയാണ് കാസ്ട്രോയെയും ക്യൂബൻ ജനതയെയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാതയിലേക്ക് തിരിച്ചത് അല്ലെങ്കിൽ എത്തിച്ചത്. മുതലാളിത്ത ലോകവും അമേരിക്കയും ഒരു ജനതയെ എത്രത്തോളം അടിച്ചമർത്താൻ നോക്കിയോ അത്രത്തോളം ശക്തമായി അവർ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. തൊഴിലാളികളുടെ വിയർപ്പും നാടിൻ്റെ സമ്പത്തും വിദേശ മുതലാളിമാർക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഫിദൽ കാസ്ട്രോയുടെ വിപ്ലവം എന്നും പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വഴികാട്ടിയായി ലോകത്തിൻ്റെ മുന്നിൽ അനശ്വരമായി നിൽക്കുക തന്നെ ചെയ്യും.